कम्युनिस्ट पार्टी और भाजपा दोनों केडर बेस्ड पार्टी है। CPM BJP കേഡർ സ്വഭാവത്തിലുള്ള പാർട്ടികളാണ്. मगर दोनों में बहुत बड़ा अंतर है। कम्युनिस्ट पार्टी के लिए केरल का विकास, इसके ऊपर कैडर का विकास है। പക്ഷേ രണ്ടും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസം ഭാരതീയ ജനതാ പാർട്ടിയെ ലക്ഷ്യം അവരുടെ അണികളുടെ വികസനം മാത്രമാണ്. और भारतीय जनता पार्टी के लिए कैडर के विकास के ऊपर विकसित केरलम है। ഭാരതീയ ജനതാ പാർട്ടി ലക്ഷ്യമെന്നുള്ളത് BJP-കാരുടെ ലക്ഷ്യത്തിനും ഉപരിയായി ഈ കേരളത്തിന്റെ മൊത്തത്തിലുള്ള വികസനമാണ്. और मित्रों, ये LDF, UDF, LDF केरल की जनता ने कई साल तक दोनों को मौके दिए, मगर दोनों ने किया क्या? हिंसा, भ्रष्टाचार, वोट बैंकों की निर्मिति, एपीसमेंट और देश विरोधी तत्वों का केरल में पनाहगाह बनाने का काम किया है। പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ ജനങ്ങൾ LDF-നും UDF-നും നിരവധി അവസരങ്ങൾ നൽകിയിരുന്നു. പക്ഷേ അവരെന്താണ് തിരിച്ചു നൽകിയത്? അക്രമവും എന്നതിനും അപ്പുറത്തേക്ക് ഈ കേരളത്തെ ദേശവിരുദ്ധ നറേറ്റീവുകളുടെ, ദേശവിരുദ്ധന്മാരുടെ താവളമാക്കി കൂടി അവർ മാറ്റിയിരിക്കുന്നു. मित्रों, जब PFI की गतिविधि इतनी बढ़ी, मोदी जी ने PFI पर प्रतिबंध डाला। मैं आज पूछना चाहता हूं, जिस धाराओं के तहत मोदी जी ने PFI पर प्रतिबंध किया, वो सारी धाराएं केरल सरकार के पास भी सारी शक्तियां थी। क्यों केरल की लेफ्ट सरकार ने PFI को प्रतिबंधित नहीं किया? और PFI बढ़ता 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 भारत के अन्य हिस्सों में जब गया, तब मोदी जी ने PFI को बैन कर सारे राष्ट्र विरोधी लोगों को जेल की सलाखों के पीछे डालने का काम किया। പ്രിയപ്പെട്ടവരെ, രാഷ്ട്രീയം പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ നടന്ന മതതീവ്രവാദ രാഷ്ട്രീയത്തെ തടയിട്ടത് നരേന്ദ്രമോദി സർക്കാരാണ്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, PFIക്കെതിരെ എന്ത് നടപടിയാണ് ഈ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ എടുത്തതെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. PFIയെ മോദി സർക്കാർ നിരോധിച്ച ശേഷവും കേരളത്തിൽ അവരുടെ പ്രവർത്തനം സജീവമാണ്. പക്ഷേ കേരളത്തിലും അകത്തും പുറത്തുമുള്ള മുഴുവൻ മതതീവ്രവാദികളെയും ജയിലിനകത്ത് പിടിച്ചിടാൻ, ജയിലിലിടാൻ സാധിച്ചത് നരേന്ദ്രമോദിക്ക് മാത്രമാണ്. भाइयों बहनों, आज मैं केरल की जनता को कहने आया हूं, आप परिवर्तन चाहते हैं तो LDF को वोट देते हैं और UDF को निकालने के लिए LDF को वोट देते हैं, मगर दोनों परिवर्तन नहीं कर सकते। अब समय आ गया है कि परिवर्तन करने के लिए, विकसित केरलम बनाने के लिए सीधा भारतीय जनता पार्टी और NDA के लिए वोट करिए। കേരളത്തിലെ ജനങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, LDF-നെ മാറ്റി UDF-നെ മാറ്റി LDF-നെ കൊണ്ടുവരുന്ന പതിവ് അവസാനിപ്പിക്കണം. ഇത് വികസിത കേരളമാണ് നിങ്ങളുടെ സങ്കല്പമെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഇതാ സമയമായിരിക്കുന്നു. ഭാരതീയ ജനതാ സാക്ഷാത്കരിക്കാനുള്ള സമയം ആഗതമായിരിക്കുന്നു. अभी अभी कम्युनिस्ट नेता एक कांग्रेस में कह रहे थे कि भाजपा उत्तर भारत की पार्टी, उनको मालूम नहीं है असम में हमारी सरकार है, त्रिपुरा में लेफ्ट को हटाकर हमने उड़ीसा में हमने सरकार बनाई है, तेलंगाना में हम सबसे बड़ी पार्टी बने हैं लोकसभा के चुनाव में, और तमिलनाडु में सरकार बनाने जा रहे हैं. സാധാരണഗതിയിൽ CPM-കാരും കോൺഗ്രസ് എന്നുള്ളത് വടക്കേ ഇന്ത്യയുടെ പാർട്ടിയാണ്, വടക്കേ ഇന്ത്യൻ പാർട്ടിയാണ്. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു,
കിഴക്കൻ നാടുകളിലും വടക്ക് കിഴക്കൻ പ്രദേശമായ ആസാമിൽ ഭാരതീയ ജനതാ പാർട്ടിയാണ് ഭരിക്കുന്നത്. ത്രിപുരയിൽ ഇടതുപക്ഷത്തെ തറപറ്റിച്ച് ഭാരതീയ ജനതാ പാർട്ടിയാണ് ഭരിക്കുന്നത്. ഒറീസ BJP-യാണ് ഭരിക്കുന്നത്. തെലങ്കാനയിലെ ഏറ്റവും വലിയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇതാ തമിഴ്നാട്ടിലും നമ്മൾ സർക്കാരുണ്ടാക്കാൻ പോവുകയാണ്. भाइयों बहनों, हम जब ओडिशा में मेहनत कर रहे थे तब भी हम पर एक ताने कस रहे थे. ओडिशा में आज भारतीय जनता पार्टी की सरकार बन चुकी है. ഒറീസയിൽ നമ്മൾ പരിശ്രമിച്ചപ്പോൾ എല്ലാവരും നമ്മളെ പരിഹസിച്ചു. പക്ഷേ ഇന്ന് ഒറീസയിൽ ഭാരതീയ ജനതാ പാർട്ടി സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നു. आसाम में भी हमें ताने कसे जाते थे. आसाम में भी 2 बार भारतीय जनता पार्टी की सरकार लगातार जीत कर आई है. അസാമിൽ സർക്കാർ ഉണ്ടാക്കാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞപ്പോഴും നമുക്ക് പരിഹാസമായിരുന്നു. പക്ഷേ തുടർച്ചയായി 2 തവണ അസാമിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തി. और मैं केरल की जनता का धन्यवाद करना चाहता हूं. 2014 के इलेक्शन में केरल की जनता ने भाजपा को 11% वोट दिए. 19 में 16%, 24 में 20% वोट दिया. अब बारी है भाजपा की सरकार बनाने की बारी है. കേരളത്തിലെ ജനങ്ങളോട് ഞാൻ നന്ദി പറയുകയാണ്. 2014 നമുക്ക് 11% വോട്ട് നൽകി. 2019 ആയപ്പോൾ അത് 16%. 2024 ആയപ്പോൾ 20% വോട്ടുകൾ നിങ്ങൾ BJP-ക്ക് നൽകി. ഇതാ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ അധികാരത്തിലെത്താനുള്ള അവസരം സമാഗതമായിരിക്കുന്നു. मैं केरल के मतदाता भाइयों बहनों को कहने आया हूं कि 2026 का चुनाव NDA BJP के नेतृत्व में, मोदी जी के नेतृत्व में सरकार बनाने के लिए लड़ने जा रहा है. ഈ നാട്ടിലെ വോട്ടർമാരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, 2026 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ദേശീയ ജനാധിപത്യ സഖ്യം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ സർക്കാർ ഉണ്ടാക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. और भाइयों बहनों, यहाँ सैकड़ों कार्यकर्ता, 25,000 से ज्यादा कार्यकर्ता बैठे. ഇവിടെ मैं उनको याद कराने आया हूं कि हमारे सैकड़ों कार्यकर्ताओं की लेफ्ट के गुंडों ने हत्या की है. हमारे सैकड़ों कार्यकर्ताओं ने अपने जीवन का बलिदान दिया है. उनके परिवारों ने, किसी ने पति, किसी ने भाई, किसी ने बेटा गंवाया है. वो सभी का स्वप्न था केरल में NDA BJP की सरकार बनी. अब स्वप्न सच करने का समय आ गया है. जिस पार्टी को 20% वोट मिल जाए वो 35% वोट प्राप्त करने में देरी नहीं करती है. आज इस सम्मेलन में से आप सभी लोग संकल्प लेकर जाएं कि आने वाले लोकल बॉडीज के चुनाव में NDA 21,000 स्थानों पर